ഹലോ ഗായ്സ്, വെൽക്കം ടു മാക്സ് യൂണിവേഴ്സ് മലയാളം. ഞാൻ കണ്ടിട്ടുള്ള 4 അടിപൊളി വെബ് സീരീസാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. ദ ഫസ്റ്റ് വൺ 2009 റിലീസായ ദ വാമ്പയർ ഡയറീസ്. അടിപൊളി വെബ് സീരീസാണ്. ആക്ഷൻ, ലവ്, റൊമാൻറ്റിക് ഡ്രാമയാണ്. വാമ്പയേഴ്സിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. കോളേജ് ലൈഫും 8 സീസണാണ് വരുന്നത്. സൂപ്പർ സീരീസാണ്. ടെലിഗ്രാമിൽ അല്ലെങ്കിൽ പ്രൈം വീഡിയോ ഓർ നെറ്റ്ഫ്ലിക്സിൽ കാണാം. ദ സെക്കൻഡ് വൺ പീസ് മേക്കർ 2022 റിലീസായ ജോൺസിയുടെ സൂപ്പർ ഹീറോ വെബ് സീരീസാണ്. 8 റേറ്റിംഗ് വരുന്നുണ്ട്. ഫുൾ ഓഫ് ആക്ഷൻ, ഇമോഷണൽ ഡ്രാമ. ഹോട്ട്സ്റ്റാറിൽ കാണാം. 2 സീസണാണ് ഉള്ളത്. ദ തേർഡ് വൺ ടീച്ച് യു ലെസൺ 2026 റിലീസായ കൊറിയൻ സ്കൂളുകളിൽ നടക്കുന്ന ഡ്രഗ്സ് ആൻഡ് സ്റ്റുഡൻസ് ബുള്ളിങ് പ്രശ്നങ്ങൾ തടയാൻ വരുന്ന ഇൻസ്പെക്ടേഴ്സിൻ്റെ ആക്ഷൻ കോമഡി ഡ്രാമ. 8.5 റേറ്റിംഗ് ആണ് വരുന്നത്. 1 സീസണാണുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ കാണാം. ദ ഫോർത്ത് വൺ ടീൻ വോൾഫ് 2011 റിലീസായ സൂപ്പർ നാച്ചുറൽ കോളേജ് ആക്ഷൻ, ലവ്, റൊമാൻറ്റിക് ഡ്രാമയാണ്. 6 സീസണാണുള്ളത്. 8 റേറ്റിംഗ് വരുന്നുണ്ട്. അടിപൊളി വെബ് സീരീസാണ്. ഹ്യൂമൻ വെയർവോൾഫിൻ്റെ സ്റ്റോറിയാണ്. സൂപ്പർ ഹീറോ വെബ് സീരീസ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളി വെബ് സീരീസാണ്. ഇനി 3 വെബ് സീരീസിൻ്റെ റിവ്യൂ നോക്കുക വെച്ചെങ്കിൽ ദ വാമ്പയർ ഡയറീസ് ഫസ്റ്റ് വരുന്നത്. ലവ്, ആക്ഷൻ, റൊമാൻറ്റിക്, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള വെബ് സീരീസാണ്. 100 കൊല്ലം 200 കൊല്ലം ജീവിച്ചിരിക്കുന്ന വാമ്പയേഴ്സിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ഫുൾ ആക്ഷൻ പാക്ഡ് ആൻഡ് റൊമാൻറ്റിക് വെബ് സീരീസാണ് ഇത്. സെക്കൻഡ് വൺ പീസ് മേക്കറിലോട്ട് വരികയാണെങ്കിൽ ജോൺസിനയുടെ സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല, പക്ഷേ സൂപ്പർ സ്ട്രെങ്ത് ഉണ്ട് ജോൺസിനയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട വെബ് സീരീസാണ്. വിജിലാൻജ പിന്നെ മൾട്ടിവേഴ്സൽ കൺസെപ്റ്റുകൾ, പിന്നെ ജോൺസിനയുടെ അതിലൊരു ടീം അപ്പ് സ്റ്റോറി തന്നെ പറയുന്നുണ്ട്. ദ തേർഡ് വൺ ടീച്ച് യു ലെസൺ നോക്കുകയാണെങ്കിൽ കൊറിയൻ സ്കൂളുകളിൽ നടക്കുന്ന ഒരു ഡ്രഗ്സ് സ്റ്റുഡൻസ് ബുള്ളിങ്ങിനെതിരായിട്ട് വന്ന ഇൻസ്പെക്ടേഴ്സിൻ്റെ ഫുൾ ഓഫ് ആക്ഷൻ കോമഡി ഡ്രാമയാണ് വരുന്നത്. 1 സീസണിലുള്ള ഭയങ്കര എൻഗേജിങ് ആയ സീരീസാണ്. ദ ഫോർത്ത് വൺ ടീൻ വോൾഫ് നോക്കുകയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കിട്ടിയ ഒരു കൂട്ടം ടീൻ ആയിട്ടുള്ള കുട്ടികളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഭയങ്കര എൻഗേജിങ് ആയ ആക്ഷൻ പാക്ഡ് സീരീസാണ് ഇത് വരുന്നത്.